കത്തോലിക്ക സഭയാണ് ആദിമസഭ ഇങ്ങോട്ട് ഇരുന്നവരെയും അതിൽ നിന്നാണ് ബാക്കി നടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭ തന്നെ പറയുകയാണ്, മറ്റേ സഭകൾ പറയുകയല്ല. പക്ഷെ കത്തോലിക്ക സഭ ഏറ്റവും പാരമ്പര്യമുള്ള, ഏറ്റവും അധികം ആളുകളുള്ള, അംഗസംഖ്യയുള്ള യാക്കോബ സഭയും ഓർത്തഡോക്സ് സഭയും ഒത്തിരി പാരമ്പര്യ സഭകൾ തന്നെ അംഗീകരിക്കുന്നു. പക്ഷെ അവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കത്തോലിക്ക സഭയിലെ പൂപ്പനെയും സഭയുടെ അധികാരം അവർ ആദരിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ സ്പിനീഷിന്റെ ധ്യാനത്തിന് സഭ കത്തോലിക്ക സഭ തടസ്സം പറഞ്ഞപ്പോൾ ഉടനെ കയറി ആ സ്നേഹം കാണിച്ചു യാക്കോബ സഭക്കാരും. ഓക്കെ, അപ്പോൾ ലോകത്തിന്റെ പ്രകാശമാണ് ജീവിക്കേണ്ട സഭ. ആ സഭയിൽ ആ പ്രകാശം വരാതെ വരുമ്പോൾ ലോകത്തിന് എന്ത് സംഭവിക്കും? ലോകത്തിന്റെ പ്രകാശമായിരിക്കേണ്ട സഭയില് ആ പ്രകാശം വരാതിരിക്കുമ്പോൾ ലോകത്തിന് എന്ത് സംഭവിക്കും? അന്ധകാരം നിറയും. ശരിയാണോ? ഇരുട്ട് വരും എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഭരണം, ദൈവത്തിന്റെ ഭരണം നഷ്ടപ്പെടുകയാണ്. പിശാചിന്റെ ഭരണം ലോകത്തിൽ നിന്ന് മുഴുവൻ വരികയാണ്. ഒരു ഇക്വിലിബ്രിയം അത് നഷ്ടപ്പെട്ടു പോയി. എന്താ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? സന്തുലിതാവസ്ഥ. സ്ഥിരമായി ഒരു സംവിധാനം ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ ഭൂമിക്ക് അക്ഷരം ഉണ്ടത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഭൂമിക്ക് കാണാനുണ്ടോ? കാണപ്പെടുന്നതല്ല, പക്ഷെ അക്ഷരം ഭൂമിക്കുണ്ടെന്ന് ശാസ്ത്രം പഠിപ്പിക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു ലോകത്തിന്റെ ഇക്വിലിബ്രിയം അത് സഭയിലാണ്. സഭയുടെ ജീവനാണ്, സഭയുടെ പ്രകാശമാണ് ലോകത്തിന്റെ രക്ഷ എന്ന് പറയുക. ആ സഭ അന്ധകാരത്തിൽ പോയാലോ? നമ്മൾ ചിന്തിക്കണം.